ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ ലെമൺ ഗ്രേപ്പ് സ്ക്വാഷ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള സാധനമാണ് നാരങ്ങ, കണ്ടു, പിന്നെ ഇഞ്ചി, ഗ്രേപ്പ് ആൻഡ് ഷുഗർ. അപ്പം നമുക്ക് ഈ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കണം. ഈ നാരങ്ങയും മുന്തിരിങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്, മുന്തിരിങ്ങയും നാരങ്ങയും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഒരു വലിയ 2-3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാവൂ. അപ്പോൾ ഈ നാരങ്ങ ഞാൻ ഇത്രയും ഒരുമിച്ച് എടുക്കുന്നില്ല. നമുക്ക് ഒരു കപ്പ് അളവിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവിൽ നമുക്ക് നീരെടുക്കാം. അപ്പോൾ നീരെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് പറയാം, എന്നാലേ അത് കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഈ നാരങ്ങ നമുക്ക് മുറിച്ചെടുക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഇനി ഇഞ്ചി ചതയ്ക്കാൻ പോവാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തിരിക്കുക 3 ഇഞ്ചി തന്നെ നമ്മൾ നന്നായിട്ട് ചതയ്ക്കാം. രണ്ടാമത്തെ ഇഞ്ചി എടുത്തു, രണ്ടാമത്തെ ഇഞ്ചിയും നമുക്ക് ചതയ്ക്കാം. ഇനി മൂന്നാമത്തെ ഇഞ്ചിയും കൂടെ നമുക്ക് ചതയ്ക്കാം. കണ്ടോ, ഇഞ്ചി നല്ലതായിട്ട് ചതച്ചെടുത്ത ശേഷം നമുക്ക് നാരങ്ങയൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. തന്നെ നമ്മൾ കുറേ നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് ഈ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിപ്പ എന്തിനാന്ന് വെച്ചിട്ട് നാരങ്ങ പിഴിയുന്ന സാധനമാണ്. ഇത് അരിപ്പയായിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുക. അല്ലാത്ത അരിപ്പ ആണെങ്കിൽ അള്ളിയും കൂടെ അങ്ങ് വന്നു പോവും. സോറി, അള്ളിയല്ല, അല്ലി. ഓക്കെ, അപ്പോൾ കുരു മാത്രമല്ല അവിടെ തടങ്ങി നിർത്തും. എന്നിട്ട് നമ്മൾ കറക്റ്റ് 1 കപ്പ് ഓഫ് നാരങ്ങ നീരാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, കുരുവൊന്നും ഇല്ലാത്ത നാരങ്ങ നീര് കിട്ടി. അപ്പോൾ ഈ നാരങ്ങ നീര് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പം കറക്റ്റ് 1 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനിത് മെഷർമെൻറ്റ് കപ്പിലൊന്നുമല്ല, സാധാരണ ഗ്ലാസ്സിലാണ് അളവെടുത്തേക്കുന്നത്. അപ്പോൾ ഈ 1 ഗ്ലാസ് നാരങ്ങ നീരിന് 2 ഗ്ലാസ് പഞ്ചസാര, അതാണ് നമ്മുടെ അളവ്. അപ്പം ഞാൻ വേറൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ അളവിൽ നമുക്ക് പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പം 1 ഗ്ലാസ് നാരങ്ങ നീരുണ്ടെങ്കിൽ കറക്റ്റ് 2 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ഈ പഞ്ചസാര നമുക്കൊന്ന് സിറപ്പാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം, അതായത് നാരങ്ങ നീരിൻ്റെ അതേ അളവിലാണ് നമ്മൾ വെള്ളം ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 1:2:1 എന്നുള്ള റേഷ്യോ ആണിത്. അതായത് 1 ഗ്ലാസ് നാരങ്ങ നീര്, 2 ഗ്ലാസ് പഞ്ചസാര, 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് സിറപ്പാക്കി എടുക്കണം. അപ്പം ഞാനൊരു ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്കാണ് ഇഞ്ചി ഇടുന്നത്. അപ്പോൾ ഇഞ്ചിയും മുന്തിരിങ്ങയും കൂടി ഇടുമ്പോൾ അത് വേവിക്കാൻ വേണ്ടി നമ്മളൊരു 2-3 മിനിറ്റോളം എക്സ്ട്രാ വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇത് പാകത്തിന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തത്. അപ്പം ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇഞ്ചി ചേർക്കുന്നില്ല, അല്ലെങ്കിൽ ഇഞ്ചിയോ മുന്തിരിങ്ങയും ചേർക്കുന്നില്ല, വെറും നാരങ്ങ സ്ക്വാഷ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ഈ കറക്റ്റ് അളവിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മുന്തിരിങ്ങ ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും ചെറുതായിട്ട്. അപ്പോൾ ഏകദേശം തിളച്ച് വരുന്നുണ്ട്, പക്ഷേ തിളച്ച് വരുന്നെങ്കിൽ ഇതിൻ്റെ കളറ് ഇളകാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറുകി വരണം, അതായത് ഈ സിറപ്പ് കുറുകി വരണം. അപ്പോൾ ഈ കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. 1 നൂൽ പരുവമാകണം. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ലെമൺ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടില്ല, അത് ചേർക്കേണ്ടത്. അപ്പോൾ ഇപ്പം നല്ല കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ കളർ ഇറങ്ങിയിട്ട് മാത്രം കാര്യമില്ല, ഷുഗർ സിറപ്പ് സെറ്റാവണം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൈ വെച്ച് നോക്കാം. ഇപ്പോഴും അതായിട്ടില്ല. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ആകും കേട്ടോ. ഞാനിപ്പം കുറേ സമയമൊന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടും. ഒരൊട്ടൽ വരും ഈ സിറപ്പാകുന്ന സമയത്ത്. ആ ഒരു സമയത്ത് വരെ നമ്മൾ ഉണ്ടാവും. ഇപ്പോൾ ചെറുതായിട്ട് വലിഞ്ഞ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുന്നിടം വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു പരുവമാകുമ്പോൾ നമ്മൾ കണ്ടോ, അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ഇതേപോലുള്ള വലിയ അരിപ്പയാണെങ്കിൽ എളുപ്പമാണ്, അതായത് ഒറ്റ ഇതിലങ്ങ് പോയി കിട്ടും. മറ്റേതും ചെറിയ അരിപ്പയാണെങ്കിൽ അതിൽ തങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ മുന്തിരി ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ കളർ ഇറങ്ങും. ആ സമയത്ത് അത് നല്ല കറുത്ത മുന്തിരിയാണെങ്കിൽ നല്ല കറുത്ത കളർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ തീ നന്നായിട്ട് കുറയ്ക്കണം. തീ നന്നായിട്ട് കുറച്ച്, ഇപ്പോൾ ഗ്യാസിലാണെങ്കിൽ തീ നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. കുപ്പിയിലേക്ക് മാറ്റി വെച്ചാൽ, കുപ്പിയിൽ നമ്മൾ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെങ്കിൽ ഒരു 3-4 മാസം വരെ അതിരിക്കും. പക്ഷേ അതുവരെയൊന്നും ഇത് പോകില്ല, അതിന് മുമ്പേ ഇത് തീരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്.
അപ്പോഴത്തേക്കും നമുക്ക് തന്നെ ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഗ്ലാസ്സിൻ്റെ ഒരു അല്പം പകുതി വരെയാണ് ഒഴിച്ചിരിക്കുന്നത്. മീൻസ് പകുതി എന്ന് വെച്ചാൽ ഒരു ഇഗ്രിയ. അതിനകത്തോട്ട് വെള്ളം സോഡ ഒഴിച്ചിട്ടുണ്ട്. പകുതിയല്ല കേട്ടോ, 1/4 ഭാഗം മാത്രമേ നമ്മൾ ഇത് ഒഴിക്കാൻ പാടുള്ളൂ സിറപ്പ്. പിന്നെ മധുരത്തിനനുസരിച്ച് ഇത്തിരി കൂടെ നമുക്ക് കൂട്ടാം. തണുത്ത വെള്ളമോ സോഡയോ ഒഴിച്ചാൽ സൂപ്പറായിട്ട് നമുക്ക് ലെമൺ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. താങ്ക് യു.